ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മഞ്ഞപ്പുറയുള്ള തട്ടുപാറ വ്യൂ പോയിന്റിലേക്കാട്ടോ. അവിടെയാണ് ഇപ്പം നിൽക്കുന്ന സ്ഥലം. നമ്മളിതിൻ്റെ വ്യൂ പോയിൻ്റ് ഏറ്റവും ടോപ്പിലേക്ക് പോകാട്ടോ. ഇത് വഴിയെക്കുറിച്ച് ഓഫ് റോഡ് കേട്ടോ. നമ്മൾ വന്ന വഴി ഇതാണ്ടോ, ഈ വഴിയാണ് കേട്ടോ. ഫുള്ള് കുന്നും കുഴിയൊക്കെയാണ്. ഈ ഏരിയയിലേക്ക് ഭയങ്കര കോറിയാട്ടോ ഫുള്ളും മിക്ക സ്ഥലങ്ങളും. അപ്പം തട്ടുപാറ വ്യൂ പോയിൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം മഞ്ഞപ്പുറയിൽ ഒരു 1.5 കിലോമീറ്ററാണ് അല്ല അങ്കമാലി വന്നിട്ട് അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്പുറ വരണം. മഞ്ഞപ്പുറയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എത്താൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. സമയം ഏകദേശം 2 മണി കേട്ടോ. നല്ല ഒരു വെയിലാണ്. ഫുള്ള് പാറട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. രക്ഷയില്ലടാ. ഇതിനെ തട്ടുപാറ വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ഏകദേശം അങ്കമാലി ഏരിയ ഒക്കെ കാണും കേട്ടോ. എനിക്കൊന്ന് ഇത് ഈ ഏരിയയിലെ ഈ അങ്കമാലി ഏരിയയിലെ ഏറ്റവും ഹയസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. കാരണം താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതാ വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. കാരണം നല്ല കാറ്റൊക്കെ വീശ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിയാണ്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഏരിയ കേട്ടോ. അതുണ്ട് ഇവിടെ അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഇറങ്ങാതിരിക്കാൻ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. കുത്തനെയുള്ള പാറയാണ്. അതുകൊണ്ടോ ഇവിടുന്ന് ഈ വഴിയും നമുക്ക് വരാം കേട്ടോ. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഏരിയ നോക്കിയാലും ഉണ്ടോ. ഇതിന് തൊട്ട് താഴെയുള്ള ഏരിയ ആണ്. അതുപോലെ ഇതുണ്ടോ, ഈ വഴി കയറി വരാം കേട്ടോ. ഇതിലെ വഴിയുണ്ട്. അതുണ്ടോ നടന്ന് വരാം. അങ്ങ് തൊട്ട് താഴെ വരെ റോഡുണ്ട്. റോഡ് കുറച്ച് മോശമാണ്. നമ്മൾ വന്ന വഴി കുറച്ച് മോശമാണ്. ഇപ്പോൾ ഈ റോഡ് കറക്റ്റ് അറിയില്ല കേട്ടോ. താഴോട്ട് പോയി നോക്കണമെന്നുണ്ടോ. ഇതിങ്ങനെ വഴിയാണെന്നുണ്ടോ. അങ്ങനെ നമുക്ക് നടന്നു വരാം. എന്നാലും തട്ടുപാറ വ്യൂ പോയിൻ്റ് അങ്കമാലി ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വന്ന് കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിൽ ഇതിനകത്ത് തട്ടുപാറ വ്യൂ പോയിൻ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. വന്ന് കാണാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഏകദേശം പകലൊക്കെ നല്ല വെയിലായിരിക്കും, നല്ല ചൂട് കേട്ടോ. കേട്ടോ നമുക്ക് വീഡിയോ കാണാം. നല്ല ഒരു വെയിലാണ്. ഈ ഏരിയയിലൊന്നും മരങ്ങളൊന്നുമില്ല കേട്ടോ. ഫുള്ള് പാറയാണ്. ഇതിലേക്ക് ഇങ്ങോട്ട് നടന്നു പോവാം കേട്ടോ. നമുക്ക് അതിൻ്റെ അറ്റത്ത് ആ കല്ലിൻ്റെ അറ്റത്തുനിന്ന് പോയി നോക്കാം കേട്ടോ. അവിടെ താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് നടപ്പാതയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. ഇത്തരം അടിപൊളി വ്യൂ ആണ്. നല്ല കുത്തനെയുള്ള ഇറക്കമുള്ള പാറ കേട്ടോ. ഉണ്ട് ആ കാണുന്ന വെള്ളം പോകുന്ന കേട്ടോ. അതുണ്ടോ എന്നാലും ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ നോക്കിയേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ.
കാണുന്നത് നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് അറിയില്ല, ഇങ്ങനെ ആൾക്കാർ പോയ വഴിയാട്ടോ. പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, വഴിയായിട്ട് തന്നെ തെളിച്ച് വെച്ചിരിക്കാം. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ താഴോട്ട്. പിന്നെ ഇതിലൂടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് താഴോട്ട്. റിസ്ക് റോഡാട്ടോ വഴി. എന്താ കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതിവിടെ ഒരു മാതാവിൻ്റെ ഇതുണ്ട് കേട്ടോ. ഇതൊരു ഗുഹ കേട്ടോ. അതുകൊണ്ട ഉള്ളിലേക്കുള്ള ഗുഹയാണ്. എന്തിൻ്റെ ഗുഹയാണെന്ന് അറിയില്ല കേട്ടോ. ഉള്ളിലേക്കൊരു ഗുഹയാണ്. അതുകൊണ്ടോ അപ്പം അങ്ങോട്ടുള്ള വഴിയായിരുന്നു കേട്ടോ ഇത്. ഈ വഴി മൊത്തം നമ്മളോട് നടന്ന് കയറണം കേട്ടോ. ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്കുള്ള വഴിയായിരുന്നത്. ഞാൻ വിചാരിച്ചു താഴോട്ട് പുറത്തേക്ക് പോകാനുള്ള വഴിയായിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി നോക്കിയാ കേട്ടോ. അങ്ങ് മുകളിൽ വരെ നടന്നു പോകണം കേട്ടോ. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും അങ്കമാലി സൈഡിലൊക്കെ വരികയാണെങ്കിൽ തട്ടുപാറ വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് വന്ന് കയറട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. കാരണം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഞാൻ വന്ന ടൈം ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂട് വന്നാൽ 2 മണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നല്ല പാറയും പൊരു വെയിലും ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ. എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ മുകളിലോട്ട് തന്നെ പോകണം കേട്ടോ. ഈ മരം കയറി കയറി വേണം പോകാൻ. നാളെ കുത്തനെ കേട്ട പാറയാണിത്. അമ്പോ തട്ടുപാറ വ്യൂവിൻ്റെ ഈ അറ്റത്തു നിന്നുള്ളൊരു വ്യൂ കേട്ടോ. അതുകൊണ്ടോ കാണുന്ന പള്ളി നമ്മൾ താഴോട്ടാണ് കേട്ടോ പോയത് നേരത്തെ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ അതാട്ടെ തട്ടുപാറ വ്യൂ. ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു കോറി. ഇപ്പം കോറി അല്ല കേട്ടോ, പക്ഷെ ഇവിടുത്തെ വെള്ളം കണ്ടോ, എന്ത് തെളിച്ച് നോക്കിയേ. നല്ല അടിപൊളി തെളിച്ചേട്ടോ വെള്ളത്തിന്. ഓ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ കോറി ആയിരുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ കോറിയൊന്നുമില്ല കണ്ടോ, ഫുള്ള് വെള്ളമാണ്. നല്ല അടിപൊളി, നല്ല തെളിച്ചേട്ടോ വെള്ളത്തിന്. കണ്ണാടി പോലത്തെ വെള്ളം. ക്രഷറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു തോന്നുന്നത് കണ്ടോ. എൻ്റെ പഴയ ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുക. എന്താ ഇങ്ങനെ വഴിയുണ്ട് കേട്ടോ മുകളിലോട്ട്. നമുക്കെന്തായാലും വേറെ അങ്ങോട്ട് പോയി നോക്കട്ടോ. എന്തെങ്കിലും അടിപൊളി കാഴ്ചകളെ കാണാൻ പറ്റും. എൻ്റെ ഇതിങ്ങനെ വഴി കേട്ടോ. ഇതിലെ കൂടി ഇങ്ങനെ വലിയ ഏരിയയിലൊക്കെ കോറി കേട്ടോ. അതുണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ്. രക്ഷയില്ലാത്ത വെള്ളമുണ്ടോ. നല്ല അടിപൊളി വ്യൂ കേട്ടോ, രക്ഷയില്ല. ഇതിലാണ് ഇങ്ങനെ പോകുന്ന വഴി കേട്ടോ. ഇതങ്ങോട്ട് വെള്ളത്തിൻ്റെ കളർ നോക്കിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ചില്ല് പോലത്തെ വെള്ളമുണ്ട് കണ്ടോ. നമുക്ക് അതിൻ്റെ അടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. അമ്മ അതിൽ തെളിച്ച കേട്ടോ വെള്ളത്തിന്. ഇതും കോറി കേട്ടോ. നമ്മളിത് വന്ന വഴി അതെ. ഇവിടെ ആൾക്കാർ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വൈകിട്ടൊക്കെ വന്ന് ഇരിപ്പുണ്ടെന്ന് കേട്ടോ. ഉണ്ടോ എന്തായാലും ഇവിടുന്ന് അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ.